വെള്ള പ്ലേയേഴ്സിന് ജാതി പറയുന്നത് തട്ടിപ്പാണ്. വെള്ള പ്ലേയേഴ്സിന് കാശ് കൊടുത്താൽ മതി. വെള്ള പ്ലേയേഴ്സിന് ജാതി ഇല്ല, അതുപോലും ഒന്നും, പണം മാത്രം. മന്ത്രി ഗണേശന് കാമാസക്തിയും പണാസക്തിയാന്ന് പറയുന്നത്. ഇവന്റെ മകൻ എന്നാ ഉള്ളത്? ഉണ്ടോന്നോ? മഹേശൻ എഴുതി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. ഇയാളെ ശിവഗിരി മഠത്തിന്റെ ഗസ്റ്റ് ഹൗസിലിരുന്ന് വെള്ളാപ്പള്ളി ഗണേശൻ മഹേശനോട് പറഞ്ഞതായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. മകൻ ബാംഗ്ലൂർ കൊണ്ടുവന്ന് ഇറ്റലിക്കാരിയെ താമസിച്ച് അത് ചെയ്ത് സാധനം തേഞ്ഞു പോയ എഴുതി വെച്ചിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പെടുത്ത് വായിക്കും. വെള്ളാപ്പള്ളി നടേശന് എന്താണ് വി ഡി സതീശൻ ഒരു കാര്യവും അയക്ക് അർത്ഥമുള്ളതല്ലേ വീഡിയോ. അയാൾ അടുത്ത മുഖ്യമന്ത്രി ആകണമെന്ന് എന്റെ പ്രാർത്ഥന. എല്ലാ നായന്മാരും ഈഴവരും ഇവന്മാര് പറഞ്ഞ വോട്ട് ചെയ്യുന്നതാണോ വിചാരിച്ചത്? ഒരു മനുഷ്യൻ വോട്ട് ചെയ്യത്തില്ല. ഇയാളെ ഈഴവർക്ക് ആർജവം ഉണ്ടെങ്കിൽ, കേരളത്തിലെ ഈഴവർക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ കയറി അടി കൊടുക്കണമെന്നെ. ഒരു നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ, അയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞ കഥയാണ്. ഒരു ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് പെരുന്നയിൽ പോയി സുകുമാരൻ നായരെ കണ്ടു. ഒന്നും നടന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം വിളിച്ചു, ചെല്ലാൻ പറഞ്ഞു. ചെന്നു, കണ്ടു, പണം കൊടുത്തു, കാര്യം നടന്നു. കാശ് കൊടുത്താൽ മതി. വെള്ളാപ്പള്ളി നടേശന് കാശ് കൊടുത്താൽ മതി. വെള്ളാപ്പള്ളി നടേശന് ജാതി ഇല്ല, അതുപോലും ഒന്നുമില്ല, പണം മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ ജാതി പറയുന്നത് തട്ടിപ്പാണ്. ജാതി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. എനിക്ക് ഒരു ചോദ്യം ഞാൻ അങ്ങയുടെ ഒറ്റ ചോദ്യം ചോദിക്കാം. സർ, 1996 ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആകുന്ന അതേ വർഷം ഒരു ശാഖാ പ്രസിഡന്റ് ആയാളാണ്. മാനാൻ 39-ാം നമ്പർ ഗുരുദേവൻ വന്ന് പാദം ചവിട്ടി 2 പ്രാവശ്യം അനുഗ്രഹിച്ച മണ്ണിൽ ശാഖാ പ്രസിഡന്റായിട്ട് തുടക്കം കുറിച്ച ആളാണ്. ആ ശാഖാ പ്രസിഡന്റായി ഞാൻ ചോദിക്കുകയാണ്, ആയിരുന്ന ആൾ ചോദിക്കുകയാണ്, 96-ൽ ഇദ്ദേഹം വരുമ്പോൾ കേരളത്തിൽ UDF-നകത്ത് 36ഓളം MLA-മാരുണ്ടായിരുന്നു ഈഴവർ. ഇന്ന് എത്ര പേരുണ്ട്? തൃപ്പൂണിത്തുറ MLA ശ്രീ K. ബാബു എന്നൊരു MLA ഉണ്ട്. അദ്ദേഹത്തിന് ഇത്തോളം സീറ്റും ഇല്ല, അതായത് മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഭരിച്ച് ജാതി പറഞ്ഞു ഈഴവർക്ക് ഒരു റോളും ഇല്ലാതെ ഈഴവരെ വെട്ടി നിർത്തി. വേണ്ടല്ലോ. ഇദ്ദേഹത്തിന് ഇവിടെ 1996-ൽ മത്സരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ആയാണെന്നറിയോ? K. ബാബു മാത്രമല്ലല്ലോ ഈഴവ കമ്മ്യൂണിറ്റി ആളേ ഉള്ളൂ. യു പ്രതിഭ MLA. ഏത് യു പ്രതിഭ? കായംകുളം MLA. എവിടെ? UDF-നകത്തോ? ഞാൻ UDF-ന്റെ കാര്യം 140-1 അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. UDF-ൽ ഒറ്റയാളേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ ജാതി പറഞ്ഞതുകൊണ്ട് ഈഴവർക്ക് എന്ത് നേടിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉത്തരം പറയണം. എനിക്ക് രാഷ്ട്രീയ അധികാരമില്ല, എനിക്ക് സമ്പത്തില്ല, എനിക്ക് വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം 30 വർഷം കൊണ്ട് ഈ സംഘടനയെ നയിച്ചിട്ട് എന്ത് നേടി? പടവലങ്ങിയ പോലെ താഴോട്ട് വളർന്നു. ഇതിന് യോഗ്യനുണ്ടെങ്കിൽ ഇട്ടിട്ട് പോട്ടേള്, വേറെ ആമ്പിളരെ ഏൽപ്പിക്കട്ടെ. ഇയാൾ എന്തോ കാണിക്കുന്നത്? 30 വർഷം കൊണ്ട് എന്ത് നേടി? 36-ൽ നിന്ന് MLA-മാരുടെ എണ്ണം 50 ആക്കിയിരുന്നെങ്കിൽ നടേശൻ മിടുക്കനായിരുന്നു. ഇയാൾ എന്താ പറയുന്നത് തന്നെ? കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഇയാളോടെ പോയിട്ട് ഇയാളെന്നാ പറഞ്ഞു തന്നെ, കോൺഗ്രസ്സുകാരെല്ലാം വള്ളിവെക്കിട്ട് വന്നാലും വടി കുത്തിപ്പിടിച്ചാലും വീട്ടിൽ പോയി. ഇയാൾക്ക് 2 കയ്യാലും പിടിച്ചോളൂ നടത്തുന്നത്. ഇയാൾ പോവോ? മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ നികഴ്ത്തുന്നത്? മന്ത്രി ഗണേശന് കാമാസക്തിയും പണാസക്തിയാന്നാ പറയുന്നത്. ഇവന്റെ മകൻ എന്നാ ഉള്ളത്? ഉണ്ടോന്നോ? മഹേശൻ എഴുതി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. ഇയാളെ ശിവഗിരി മഠത്തിന്റെ ഗസ്റ്റ് ഹൗസിലിരുന്ന് വെള്ളാപ്പള്ളി ഗണേശൻ മഹേശനോട് പറഞ്ഞതായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. മകൻ ബാംഗ്ലൂർ കൊണ്ടുവന്ന് ഇറ്റലിക്കാരിയെ താമസിച്ച് അത് ചെയ്ത് സാധനം തേഞ്ഞു പോയ എഴുതി വെച്ചിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പെടുത്ത് വായിക്കും. ഒരാൾ മരിക്കുമ്പോൾ എഴുതുന്ന മരണമൊഴിയാണ്. വെള്ളാപ്പള്ളി ഗണേശനും പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ മഹേശൻ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ വേറൊരാളാണെങ്കിൽ പണ്ട് ജയിലിൽ പോകത്തില്ലേ? AK മഹേശന്റെ വീട്ടുകാർക്കേ പോയുള്ളൂ അല്ലേ? 36 കൊല്ലം കൂടെ നിന്ന് സേവിച്ചവനാണ് KK മഹേശൻ. വെള്ളാപ്പള്ളി നടേശനോടൊപ്പം ചെറുപ്രായം മുതൽ വെള്ളാപ്പള്ളി നടേശന്റെ കള്ളുഷാപ്പിലെ കണക്കെഴുതാനും എല്ലാ കാര്യത്തിനും കൂടെ വന്നിട്ട് സ്വർണം കിടത്താനും കണിച്ചുകുളങ്ങര അമ്മയുടെ പണം അടിക്കാനും ഇതെല്ലാം ആത്മഹത്യാക്കുറിപ്പിലുള്ള സാറേ. പിന്നെ അങ്ങേക്ക് തരാം, എൻ്റെ കോപ്പി തരാം, അത് വായിക്കും. ആ കൂടെ നിന്നവൻ അവസാനം എല്ലാം കൂടി മഹേശന്റെ തലയിലോട്ട് കെട്ടിവെക്കാൻ ശ്രമിച്ചു. KK മഹേശൻ ഏതെങ്കിലും ഒരു സമുദായത്തിന് ഈ കേരളത്തിൽ ഗതികേട് വന്നിട്ടുണ്ടോ? ഒരു ഹെഡ്ക്വാർട്ടറിൽ അതിൻ്റെ കാര്യദർശി കെട്ടിത്തൂങ്ങി മരിക്കുക, ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട്. എന്നിട്ടും വെള്ളാപ്പള്ളി നടേശൻ ധീരനായും മസിലും പിടിച്ചിങ്ങനെ 2 കൈയിലും തേങ്ങായും വെച്ചിങ്ങനെ മസിൽ പിടിച്ച് നടക്കുകയാണ്. ഇത് കേരളത്തിലല്ലേ നടക്കുള്ളൂ. അത് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനോട് സ്നേഹം? അത് അദ്ദേഹത്തോട് ചോദിക്കണം. സമുദായ സ്നേഹമൊന്നും അല്ലല്ലോ. ഒരു സമുദായ സ്നേഹം കച്ചവടമാണ്.
ഇത് വെറും കൂട്ടുകച്ചവടം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈയിടെയും ഒരുപാട് നിയമനങ്ങൾ കൊടുത്തിട്ടുണ്ട്, എസ് എൻ ട്രസ്റ്റിൻ്റെ സ്ഥാപനങ്ങളിലേക്കും കോളേജിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാശ് മേടിക്കും പുള്ളിയുടെ വീട്ടിൽ വെള്ളാപ്പിളടച്ചും പുള്ളിയുടെ വീട്ടിൽ കാശ് മേടിക്കുന്നു. ഇത് അക്കൗണ്ടിലില്ല, കണക്കിലില്ല, ഒന്നുമില്ല. അതിൻ്റെ പകുതി ആർക്കെങ്കിലും കിട്ടുമായിരിക്കും, കൊടുക്കുമായിരിക്കും, എനിക്കറിയത്തില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. പണ്ട് എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു അമ്മായിയുടെ ഒരു ആംഗലയുടെ ഭാഗത്ത് ഒരു ജോലി വേണം. അപ്പോൾ അന്ന് 40 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച് കഴിഞ്ഞപ്പം അമ്മായി ഒരു റിട്ടയർഡ് ടീച്ചറാണ്, LP സ്കൂൾ ടീച്ചറായിരുന്നു. പാവങ്ങൾ ശുദ്ധ ആൾക്കാരാണ്. ഇവർ ഈ പൈസയായിട്ട് അവിടെ ചെന്നപ്പോഴത്തേന് പറഞ്ഞു അതെല്ലാം അവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഓൾറെഡി പുള്ളിയുടെ PA പറഞ്ഞു റിമോട്ട് നോക്കിയപ്പം കാറിൻ്റെ ഡിക്കി അങ്ങ് പോയി, ആ കാറാ വെച്ചേക്കാൻ പറഞ്ഞു. 40 ലക്ഷം രൂപയായി. അങ്ങോട്ട് വെച്ച് ഈ പാവം സ്ത്രീ എന്ന് ചോദിച്ചു രസീത് തരാമോ. ഓടിച്ച് ജോലി കിട്ടിയവർക്ക് അത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ രീതിയിൽ അവർ ജീവിക്കുന്നു. അല്ലാതെ തന്നെ നമുക്ക് എന്നാ പറയണ്ട. ഇവിടുത്തെ കേരളത്തിലെ ഈഴവനൊന്നും നട്ടലില്ല. ഇവനെ അവസാനം ഇദ്ദേഹം SNDP യോഗത്തെ ഭരിച്ചു പോകുമ്പോൾ SNDP യോഗത്തെ വന്ധ്യംകരിച്ചിട്ടേ പോകും. കപ്പാസിട്ട പട്ടികളെ പോലെയായി പോകും കേരളത്തിൽ. ആർജവമുള്ള തൻ്റെ ഇടമുള്ള ഒറ്റയൊരുത്തരും കാണത്തില്ല കേരളത്തിൽ. വെള്ളാപ്പള്ളി നടേശന് എന്താണ് VD സതീശനോട് ചോദിച്ചത്? ഒരു കാര്യവുമില്ല. അയാൾക്ക് അന്തസ്സുള്ളതല്ലേ VD. അയാൾ അടുത്ത മുഖ്യമന്ത്രി ആകണമെന്ന് എൻ്റെ പ്രാർത്ഥന. കാരണം ഇത്രയും കരിസ്മയോടുകൂടി കാലിബറോടുകൂടി കേരളത്തിൽ അഭിപ്രായങ്ങൾ പറയും. ഇവിടെ ഒരുപാട് ബൈ ഇലക്ഷൻ വന്നല്ലോ. ഇവിടെ VT തോമസിന്റെ മണ്ഡലം, എൻ്റെ പേര് തൃക്കാക്കര ഉൾപ്പെടെ വന്നല്ലോ. VD സതീശന് ആരുടെയും കാല് പിടിക്കാൻ പോയായിരുന്നു? ഏതെങ്കിലും ഉമാ തോമസോ ആരെങ്കിലും ഇയാളെ കാല് പിടിക്കാൻ പോയില്ല. ഇതൊക്കെ ക്രിയേഷനാണ്. പാലക്കാട് രാഹുൽ അവിടെ മാൻകൂട്ടത്തിൽ മത്സരിച്ച് വിജയല്ലോ. മറ്റേ CPM സ്ഥാനാർത്ഥി ഇയാളെ കാല് പിടിക്കാൻ വേണ്ടി പോയല്ലോ. രാഹുൽ മാൻകൂട്ടം പോയായിരുന്നു? സത്യപ്പെട്ടിട്ടില്ല, പോയിട്ടില്ല. ഇപ്പൊ ഒന്ന് പോയായിരുന്നു. ആര്? മന്നൻ ജയന്തിക്ക്. ആര് പോയി? രാഹുൽ മാങ്കൂട്ടത്തിൽ കേസൊക്കെ വന്നതിന് ശേഷം മന്നത്ത് പോയി. അല്ല നമ്മുടെ പെരുന്നേ പോയി. അല്ല, ഞാൻ വെള്ളാപ്പള്ളി അടുത്ത് പോയില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതെന്ന് വെച്ചാൽ ശ്രീമാൻ സുകുമാരൻ നായരുമായിട്ട് എനിക്കറിയാം, ഞാൻ അവിടെ പോയിട്ടുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സ്പോക്സ്മാനായിട്ടിരുന്ന കാലത്തൊക്കെ പോയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. എല്ലാ നായന്മാരും ഈഴവരും ഇവന്മാർ പറഞ്ഞ വോട്ട് ചെയ്യുന്നതാണോ വിചാരിച്ചത്? ഒരു മനുഷ്യൻ വോട്ട് ചെയ്യത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വയനാട് പോയി തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചു. എനിക്ക് വരുന്ന നിയോജകമണ്ഡലത്തിൻ്റെ ചുമതലയായിരുന്നു, തിരുവമ്പാടി. സ്ഥാനാർത്ഥി പര്യടനം രാവിലെ 10 മണിക്ക് ഫിക്സ് ചെയ്ത തുഷാർ വെള്ളാപ്പള്ളി ഏറ്റു വരുന്നത് 11:30. വൈകിട്ടത്തെ കള്ളടിച്ചിട്ട് പൂസായി കിടക്കാണല്ലോ, ഏറ്റു വരണമല്ലോ. അവസരം വരുന്നത് നമ്മളോട് പോയിക്കോളാനാണ് പറയുന്നത്. സ്ഥാനാർത്ഥിക്ക് പോലും നമ്മൾ വോട്ട് കാര്യമുണ്ട്. ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ 46 ഏക്കർ ഏലക്കാട് മേടിച്ച് ആനവിലാസത്ത് മകൻ്റെ പേരിലും അമ്മയുടെ പേരിലും. എൻ്റെ ഇരിപ്പുണ്ട് ആധാരം, ഞാൻ തരാം. അടയാള സേതം പകർപ്പ് ഞാൻ തരാം. കട്ടപ്പന സബ് രജിസ്റ്റർ ഓഫീസിൽ എടുത്തത്. 1 ഏക്കറിന് 50 ലക്ഷം രൂപ വില വരും ഏലക്കാടിന്. തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് പിരിച്ചതാ. തെരഞ്ഞെടുപ്പ് ഉറപ്പല്ലേ? ഇതും ജയിക്കാൻ വേണ്ടിയിട്ടല്ലോ. ഇപ്പം തന്നെ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. എത്ര വോട്ട് പിടിച്ചു BDS? എത്ര സീറ്റ് പിടിച്ചു? എത്ര സീറ്റിൽ BDS ജയിച്ചു? പറ. കുറെ വാണങ്ങൾ ഒന്നിനും കൊള്ളാത്ത കുറെ വേറെ കില്ലകളെ കൊണ്ട് നടക്കല്ലേ ഇവന്മാര്. BDS എപ്പോഴും NDA ഒരു ബാധ്യതയാണ്. ഞാൻ ഇന്ന് രാവിലെ BDS NDAക്ക് ബാധ്യതയല്ല. ഞാൻ പല BJP നേതാക്കളോടും പറഞ്ഞതാണ്, ഇത് അപകടമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാൻ വേണ്ടി കയറിയല്ലോ, യുവതികളെ കയറ്റാൻ വേണ്ടി പിണറായി വിജയൻ വാശിയെടുത്ത് കയറ്റിയല്ലോ. എനിക്ക് K. സുരേന്ദ്രനോടും ഭയങ്കര വിരോധമുണ്ട്. എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. കുറേ കേസായിട്ട് പേരിലും എടുത്തായിരുന്നു. അപ്പോൾ ഈ പെണ്ണുങ്ങളെ കയറ്റിയ വിഷയം ഉണ്ടായപ്പോൾ ശബരിമല സംരക്ഷണ ജാഥയുടെ ക്യാപ്റ്റന്മാർ തുഷാർ വെള്ളാപ്പള്ളി, ശ്രീധരൻ പിള്ളയായിരുന്നു. രണ്ടുപേരും ഘടകകക്ഷികൾ. അല്ല, നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന ആളാണല്ലോ. അപ്പം അന്ന് ഈ BDSന്റെ പ്രാസംഗികരിൽ ഞാനും PT മൻമോഹനുമായിരുന്നു പ്രാസംഗികർ. BJPക്കാരവരും. അങ്ങനെ അടൂർ ഇത് സമാപിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരും ഉണ്ട്. ഈ സമാപനവും ഇതിൻ്റെ സമരവും എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് പറയാം വനിതാ മതിൽ കെട്ടിക്കോളെ. ഏതാ? നവോത്ഥാന മതിൽ കെട്ടിക്കോളാം 1-ാം തീയതി. അപ്പം ആത്മഹത്യ ചെയ്ത മഹേശൻ എന്നെ വിളിച്ച് ചോദിച്ചു, വക്കീലെ എത്ര പേര് വരുമെന്ന് ചോദിച്ചു പാലായിന്ന്. അപ്പം എന്നാ കാര്യം? നവോത്ഥാന മതിൽ, വനിതാ മതിൽ. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരാൾ പോലും ഇവിടത്തിൽ പോകും. എന്നോടുള്ള വിരോധങ്ങളാണോ അതൊക്കെയാണ് ഓരോ കാരണങ്ങളാണ്. ഞാൻ ഇവിടത്തിൽ പറഞ്ഞു. ഞാൻ ഇന്നലെ വരെ ശബരിമല സംരക്ഷണ ജാഥ നടത്തിയിട്ട് ഇന്ന് എനിക്ക് നവോത്ഥാനം കെട്ടാൻ പറ്റത്തില്ല. എനിക്കതിന് പറ്റത്തില്ല. എനിക്കൊരു ക്യാരക്ടർ ഉണ്ട്. 2 വള്ളത്തിൽ ഇങ്ങനെ കാല് കുത്തിയിരുന്ന ഒരു ദിവസത്തിൽ കീറേണ്ടി വരില്ലേ?
കീറുമല്ലോ. സാറേ, സദാം ഹുസൈൻ എത്ര വലിയ ശക്തനായിരുന്നു, അയാളുടെ അവസ്ഥ എന്തായി? ഇയാളെ ഈഴവർക്ക് ആർജവം ഉണ്ടെങ്കിൽ, കേരളത്തിലെ ഈഴവർക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ കയറി അടി കൊടുക്കണം. എൻ്റെ അഭിപ്രായം അടി കൊടുക്കണം, അടിച്ചോടിക്കണം. കൈകൊണ്ടടിക്കരുത്, നല്ല വടി വെട്ടണം, കാപ്പി പൊടി വെട്ടിയിട്ട് അടിക്കണം, ചന്തിക്ക് അടിക്കണം, അടിച്ച് ഓടിക്കണം, വല്ല അറബിക്കടലിലേക്ക് വല്ല ഓടിച്ചു വിടണം. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. പറ, നേട്ടം പറ. 30 കൊല്ലം കൊണ്ടുള്ള നേട്ടങ്ങൾ എടുത്ത് മേശപ്പുറത്തോട്ട് പോയി. ഞാൻ പറഞ്ഞല്ലോ, കെ ഗോപിനാഥൻ 5 എയ്ഡഡ് കോളേജ് കേരളത്തിലുണ്ടാക്കി. 30 കൊല്ലം കൊണ്ട് ഒരു എയ്ഡഡ് കോളേജ് SNDP യോഗത്തിൽ ഉണ്ടാക്കാൻ കഴിയാത്തവനാണ് മിസ്റ്റർ നടേശൻ. SNDP യോഗത്തിനല്ലേ ഉണ്ടാക്കാൻ പറ്റാതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി. SN ട്രസ്റ്റിന്റെ പേരിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തു. വേണ്ടല്ലോ സാർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞാൻ 2005 പാലാ SNDP യൂണിയന്റെ ഒക്ടോബർ മാസം 5-ാം തീയതി ഭാരവാഹിയാവും. 2010 ഞാൻ യൂണിയൻ സെക്രട്ടറി ആവും. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ നാടും വീടും എൻ്റെ സ്ഥലവും എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. എനിക്ക് കളിവെള്ളം വരെ ഉള്ള ആളെയാണ് എൻ്റെ ഫാദർ. കുന്നത്തുപുറമെന്നുള്ള കളിവെള്ളത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. ഇവിടുന്ന് എൻ്റെ വീടും കൂടും ഉപേക്ഷിച്ച് 12,000 രൂപ വാടക കൊടുത്ത് ഞാൻ പോയി കിടങ്ങൂർ താമസിക്കേണ്ടി വന്നു. കിടങ്ങൂർ വാടകയ്ക്ക് താമസിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഞാനവിടെ താമസിച്ച് അവിടെ യൂണിയൻ സെക്രട്ടറി ആയി. അവിടെ ഒരു കോളേജ് വേണം, സ്കൂൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു 20 ഏക്കർ സ്ഥലം വിലയ്ക്ക് മേടിച്ചു. പിന്നെ 5 ഏക്കർ മേടിച്ചു. ട്രസ്റ്റ് തുടങ്ങി. ആ ട്രസ്റ്റിൻ്റെ പേരിൽ 5 ഏക്കർ, 5 ഏക്കർ ട്രസ്റ്റിൻ്റെ പേരിൽ വേറെ 5-10 ഏക്കർ ബാക്കി സ്ഥലം. അവിടെ 25 ഏക്കർ സ്ഥലം സർക്കാരിൻ്റെ നിന്ന് പതിച്ചു മേടിച്ചു. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദു സമൂഹത്തിന് ഇത്രയും ഭൂമി ഒന്നിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയട്ടെ. ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും നടേശനെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ 10 സെൻറ്റ് മേടിക്കാനായിട്ട്? വേണ്ടല്ലോ, ഞങ്ങൾ ഇത്രയും മേടിച്ചല്ലോ. 10 സെൻറ്റ് ഭൂമി നടേശൻ്റെ കാലഘട്ടത്തിൽ മിസ്റ്റർ നടേശൻ SNDP യോഗത്തിൻ്റെ പേരിൽ മേടിച്ച് ഒരു ആധാരം എടുത്ത് മേശപ്പുറത്ത് വെക്കാമെങ്കിൽ നിങ്ങളുടെ കാലെ പിടിച്ച് മാറും. ഈ 30 കൊല്ലം കൊണ്ട് എന്ത് നേടിയെന്നാണ് ഇങ്ങനെ പറയുന്നത്? ആ 25 ഏക്കറിൽ 15 ഏക്കർ അന്ന് തിരുവഞ്ചൂരാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരാകൃഷ്ണൻ റവന്യൂ മന്ത്രി ആയിരുന്നപ്പോഴാണ് ആ 15 ഏക്കർ തരുവോളം എന്ന് പറഞ്ഞു. 25 ഏക്കറിൽ മുരുകമലയിൽ വാഗമണിൽ ആ 15 ഏക്കർ ഞാൻ പറഞ്ഞു പറ്റത്തില്ല സാറേ, അത് 10 ഏക്കർ എന്നാൽ യോഗത്തിന് കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ SNDP യോഗത്തിന് അപേക്ഷയില്ല എന്ന് പറഞ്ഞ് ഇത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരിൽ ലാൻഡ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എതിർപ്പ് പറഞ്ഞു. അന്ന് മിസ്റ്റർ PC ജോർജ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ മിനിറ്റ്സ് ഒപ്പിട്ടതാണ്. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരാകൃഷ്ണൻ പറഞ്ഞു അപേക്ഷയുണ്ട്, അത് കോട്ടയത്ത് എൻ്റെ വീട്ടിലാന്ന് പറഞ്ഞു. അവിടെ മിനിറ്റ്സ് ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നിട്ട് 3 മാസം പുറകോട്ട് സർവേ നമ്പരോ പോലും വെള്ളാപ്പള്ളി നടേശൻ അറിയത്തില്ലല്ലോ. ഇതും വെച്ച് എഴുതി മീനച്ചിൽ SNDP യൂണിയൻ്റെ കൈവശം ഇരിക്കുന്ന ഇത്ര ഏക്കർ ഭൂമിയിൽ 10 ഏക്കർ SNDP യോഗത്തിന് സാംസ്കാരിക നിലയം പണിയുന്നതിന് വേണ്ടി തരണം കൊണ്ട് 3 മാസം പുറകോട്ട് ഡേറ്റ് വെച്ച് അടിച്ച് കൊണ്ട് ഇയാളുടെ വീട്ടിൽ കൊണ്ട് ഒപ്പിടിച്ച് ഞങ്ങളുടെ തിരുവഞ്ചൂരിൻ്റെ വീട്ടിൽ കൊടുക്കുക. അങ്ങനെ പതിച്ച് ഉത്തരവ് വന്നു. ആ ഉത്തരവ് വന്നപ്പോൾ ആ ഉത്തരവ് ഇറങ്ങിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു. 25 ഏക്കർ യോഗം എന്നും പറഞ്ഞു വന്നു. അത് തിരുത്താൻ ഞാൻ കൊടുത്ത പോലെ അതിനെ തെറി തുടങ്ങിയതാണ്. അന്ന് പോലെ തെറി തുടങ്ങിയാണ്. എനിക്ക് ഭ്രാന്താന്ന് ഇയാൾ പറഞ്ഞു. എനിക്കിങ്ങനെ ഭ്രാന്ത് വരുന്നത്? ഇയാൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമില്ല ചെയ്തത്. ആ സാധനം ചെയ്തിട്ട് രണ്ടാമത് തിരുത്താൻ കൊടുത്തപ്പോൾ ആ സമയം കൊണ്ട് അടൂർ പ്രകാശ് റവന്യൂ മന്ത്രിയായി. അടൂർ പ്രകാശ് ഇയാളുടെ വേറൊരു വാണമാണ്. ഇതൊന്നും ഒരു കരിസ്മയുള്ളവനല്ലെന്ന്. ഇപ്പോൾ VD സതീശൻ പറയുന്ന അയാൾക്ക് കരിസ്മയും കാലുകളുള്ളതുകൊണ്ട് അയാൾ സംസാരിക്കുന്നത്. ഈ അടൂർ പ്രകാശോ ഇപ്പം രമേശ് ചെന്നിത്തല ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നായർ ഈഴവനും കൂടെ ഈ കളി കളിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഒരു കച്ചവടമാണത്. ഇത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. രമേശ് ചെന്നിത്തല വിളിക്കാതെ അവിടെ ചെന്ന് പെരുന്നയിൽ ചെന്ന് ഫ്രണ്ടിലിരിക്കാൻ അയാളെ കൊണ്ട് പറ്റും, അദ്ദേഹത്തെ കൊണ്ട് പറ്റും. പക്ഷെ VD സതീശനെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഇവന്മാര് ഇത് കച്ചവടമാണിത്. ഇതിന്റെ ലാഭം വീതിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. ഇപ്പൊ തന്നെ VD സതീശന് ഇത്രയും ബ്ലെയിം ചെയ്യേണ്ട കാര്യമോ VD സതീശനെ കുറിച്ച് ഈ മോശം പറയാനുള്ള കാര്യം വെള്ളാപ്പള്ളി നടേശന്റെ റൈറ്റ് എന്ത് അവകാശമായിക്കുള്ളത്, എന്ത് റൈറ്റ് ഉള്ളതായിക്ക്? വാട്ട് ഈസ് ഹിസ് റോൾ? ഒരു സമുദായം, ഞാൻ ചോദിക്കട്ടെ, ഇയാളെന്നെങ്കിലും ഇയാളുടെ സമുദായത്തിന്റെ ഒരു ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇയാളെന്തിനാ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? ഇയാൾക്കെന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ആര് വിജയിക്കും, ആര് മുഖ്യമന്ത്രിയാകും, ആര് ഭരിക്കണം എന്ന് ഇയാൾക്കെന്നാ കാര്യം? വോട്ട് ബാങ്ക് എന്ത് ബാങ്ക്? ഇയാൾ പറഞ്ഞ ഏത് ബാങ്കാ ഉള്ളത്? മകനിവിടെ കോട്ടയത്ത് മത്സരിച്ചിട്ട് കിട്ടിയ ബാങ്ക് അറിയാമല്ലോ. അത് മകന്റെ രാഷ്ട്രീയം വേറെ. മകന്റെ രാഷ്ട്രീയമായിട്ട് അപ്പനും മകനും വന്നു. ഇന്നലെ തന്നെ പെരുന്നലേക്ക് ഏർപ്പാട് വിട്ടിരിക്കുന്ന ആരെയാ? മകനെ വിട്ടത്. വേറെ ആണുങ്ങളാരും SNDP-ക്കകത്തില്ലേ? തന്നെ ഇവരുടെ കുടുംബക്കാരിയാണോ? എന്നാൽ SNDP യോഗത്തിന്റെ വേറൊരാളെ ചുമതലപ്പെടുത്തുന്ന ഇയാൾ പറഞ്ഞത് അതിലൊരു എന്താ പറയാ, സ്റ്റാർഡും ഇല്ലല്ലോ, ഒരു ഹീറോയിസും ഇല്ലല്ലോ. അല്ലെങ്കിൽ മകൻ എന്ത് ഹീറോയിസം സാറേ? ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ
അല്ല ഞാൻ ഇതൊക്കെ ഒരു വിധിയായിട്ട് കണ്ടാൽ മതി. എൻ്റെ ഒരു സംശയം, വി.ഡി. സതീശൻ വെള്ളാപ്പള്ളിയെ വിമർശിച്ചാൽ, വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങളെ തള്ളിപ്പറഞ്ഞാൽ അതെങ്ങനെയാണ് SNDP വിമർശിക്കലാവുന്നത്? ഒരിക്കലും അല്ലല്ലോ. അതെങ്ങനെ SNDP വിമർശിക്കുന്നെങ്കിൽ വെള്ളാപ്പള്ളിയുടെ തോന്നിവാസം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് തന്നെ വെള്ളാപ്പള്ളിയുടെ ഇപ്പൊ മലപ്പുറത്ത് പോയിട്ട് മുസ്ലിംസിന് പറയുന്നത് നബിയെക്കുറിച്ച് ഗുരുദേവൻ എന്നെ അനുകമ്പാ ദശകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അങ്ങേക്കറിയാവോ? നബി മുത്തുരത്നമേ എന്ന് എഴുതിയിരിക്കുന്നത്. നബിയെ മുത്തുരത്നമായിട്ടാണ് ഗുരു പറഞ്ഞു വച്ചിരിക്കുന്നത്. നബി മുത്തുരത്നമേ. ആ പറഞ്ഞ ഒരു സമൂഹത്തെയാണ് ഇയാൾ ആക്രമിക്കുന്നത്. ഗുരു എവിടെയാണ് ജാതി പറഞ്ഞിരിക്കുന്നത്? നാം ഒരു ജാതിയിലും പെടുന്നവനല്ലെന്നാണ് പറഞ്ഞത് ഗുരു. ആ ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽ കയറുന്ന ഇയാൾ തോന്നിവാസം, ഇത് ഇയാളുടെ വയറ്റിപ്പടപ്പാണ്. ഇയാൾക്ക് ഇതിങ്ങനെ പിടിച്ചു നിർത്തണം. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ 96 വന്നപ്പോൾ ആദ്യത്തെ പ്രസംഗം തന്നെയാണ് അയാൾ ഇന്നും പറയുന്നത്. ഡോക്ടർ പൽപ്പു പഠിക്കാൻ പോയപ്പോൾ കാശില്ലാത്ത തെങ്ങേ കയറിയ കാര്യമൊക്കെ പറഞ്ഞു ഇയാൾ ഇപ്പോഴും നടക്കുക. ഇയാളെ കൊണ്ട് ഹി ഹാസ് നോ എഫിക്കസി, കപ്പാസിറ്റി ഇല്ലാത്തവന് ഇട്ടിട്ട് പോകണം. 30 വർഷം ഞങ്ങൾ വിശ്വസിച്ച് ഇയാളെ ഏൽപ്പിച്ചു ഈ സാധനം. ഇപ്പൊ തന്നെ അയാൾ അധികാരമില്ലാതെ കസര ഇരിക്കുന്നത്. അധികാരമില്ലാതെ ഇരിക്കുന്ന ആളായാൾ.